അവിടെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഞങ്ങളെ ഭാര്യമാരെ സ്നേഹിക്കണം. അവർ സഭയെ ശുദ്ധീകരിക്കുന്നവരെ ജലം കൊണ്ട് കഴുകി വചനത്താൽ കഴുകി പിതാവിനെ പറയുന്നവരോ മറ്റൊരുവരോ അല്ലാതെ തനിക്കുള്ളത് സമർപ്പിക്കുന്നതിനും അവർ ആഗ്രഹിക്കുകയും പരിശുദ്ധമായിരിക്കുന്ന വഴിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ നമ്മളെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നത് തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരെയും ഒരിക്കലും സ്വന്തം സ്നേഹിക്കുന്നത് വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ പോലെ അവരെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവരെ സ്നേഹിച്ചത് അവരോടാണ്. ഇക്കാരണത്താൽ പിതാവിനെയും മാതാവിനെയും ഭാര്യയോട് ചെയ്യും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ക്രിസ്തുവിനോടും സഭയോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. അവരോട് ഞാൻ പറയുന്ന ഈ കുറച്ച് വാക്കുകൾ
നിങ്ങളിൽ വിവാഹിതരായവർ നിങ്ങളുടെ വിവാഹത്തിലും അർത്ഥവത്താണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ ഒന്നിച്ചു കൊണ്ടുവന്നത് ഞാനാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ പരസ്പര പൂരിതമാക്കുന്നത് ഞാനാണ് എന്നാണ്. നമ്മുടെ വിശ്വാസമനുസരിച്ച് വിവാഹം ഒരു കൂദാശയാണ്. കൂദാശ എന്ന് പറയുന്നത് അദൃശ്യനായ ദൈവത്തെ ദൃശ്യമാക്കുകയും അദൃശ്യമായ ദൈവസ്നേഹത്തെ സമീപസ്ഥമാക്കുകയും ചെയ്യുക. അതാണ് കൂദാശ ചെയ്യുന്നത്. മറ്റെല്ലാ കൂദാശകളെ അപേക്ഷിച്ച് വിവാഹം എന്ന കൂദാശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. In spite of all that people are saying, we want to be together. And I promise you that if you seek the love of God, He does bestow it on you. And with that help, there is nothing that is impossible for you. മനുഷ്യൻ പിതാവിനെയും മാതാവിനെയും ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. പൗലോസ് എഴുതുന്ന ലേഖനത്തിൽ ബോധിപ്പിക്കുകയാണ്. നമ്മൾ പക്ഷേ രഹസ്യം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യമാണ് രഹസ്യം. ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യമല്ല രഹസ്യം. മനസ്സിലാക്കേണ്ടവർ മാത്രം മനസ്സിലാക്കേണ്ട കാര്യമാണ് രഹസ്യം. എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. പലപ്പോഴും അവർ അവരുടെ വീടുകളിലേക്ക് എന്നെ ക്ഷണിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ വീടുകളിൽ പോവുകയും ഭക്ഷണം കഴിക്കുകയും ചിലപ്പോൾ അവരുടെ കൂടെ ഔട്ടിങ്ങിന് പോവുകയും ഒക്കെ ചെയ്യും. ചില ആളുകൾ അവരുടെ വീടിന്റെ താക്കോൽ പോലും ഇരിക്കുന്നുണ്ട്. അച്ഛൻ ഞങ്ങൾ ഇല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ ഞാൻ പോകുകയാണെന്ന് ഞങ്ങളുടെ വീട്ടിൽ കയറുന്നുണ്ട്. ചില ആളുകൾ താക്കോൽ തന്നിട്ടില്ല. അതിന് പകരം അവരോട് പറയും അവരുടെ വീടിന്റെ താക്കോൽ അവരെവിടെയാണ് പാത്തുവെച്ചിരിക്കുന്നത്. ചിലപ്പോൾ അടിയിലായിരിക്കും, അല്ലെങ്കിൽ വീടിന്റെ മുകളിൽ ആ പടിയുടെ മുകളിലായിരിക്കും. എവിടെയെങ്കിലും അവർ താക്കോൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. എന്നോട് പറയും അച്ഛൻ അത് എവിടെയായിരിക്കുന്നത്. എല്ലാവരും പറയുമ്പോൾ അവർ വിശ്വാസമുള്ള ആളുകളോട് മാത്രം പറയും എവിടെയാണ് അവർ ആ താക്കോൽ സൂക്ഷിച്ചിരിക്കുന്നത്. അതൊരു രഹസ്യമാണ്. പക്ഷേ ആരും അറിയാത്തതല്ല രഹസ്യം. അറിയേണ്ടത് മാത്രം അറിയുന്നതാണ് രഹസ്യം. ഒന്നായി തീരുക, അതാണ് വിവാഹം എന്ന കൂദാശ. ഇന്ന് അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഇതിലേക്ക് കടന്നു വരികയും നിങ്ങളിലൂടെ മറ്റുള്ളവരെയും അനുഗ്രഹിക്കുകയും ചെയ്യും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സന്തോഷത്തോടെ പ്രതീക്ഷയോടെ ആരംഭിക്കുന്ന ഒരു ജീവിതത്തിലേക്കുമായി നയിക്കുവാനെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർപ്പാൽ ചെയ്തിരിക്കുന്ന നേരുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും പ്രമാണങ്ങളെയും ഈ തിരുക്കുറത്തിൽ പങ്കെടുത്ത് ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ
മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജീനയെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നു. ജീന മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ശിനുവിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹങ്ങളുടെ സാക്ഷികളാണ്. അബ്രാഹത്തിലെയും ഇസ്ഹാക്കിലെയും യാക്കോബിലെയും ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ കർത്താവായ യേശു മിശിഹ നിങ്ങളെ വിവാഹത്താൽ പ്രവർത്തിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശ്വാസത്തിലും സ്നേഹത്തിലും ബഹുമാനത്തിലിരിക്കുന്ന ഈ താലിയുടെ ആഗ്രഹം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസതയിലും ഇവരെ എത്തിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷത്തോടും സഹിക്കുവാൻ നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായിരിക്കുവാനും ഇതിൽ ഉചിതമായിരിക്കുന്ന ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസതയുടെയും അടയാളമായി പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന്റെ അനുസൃതത്താൽ രക്ഷാത്മാവിനെ അനുഗ്രഹിക്കുന്ന കാരുണ്യമായ കർത്താവേ, ഈ മന്ത്രത്തോടെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി ധരിക്കുവാൻ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗ്ഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ യോഗ്യരാക്കുകയും ചെയ്യണമേ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാവുന്ന വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ.
തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോൾ നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും